നിങ്ങളുടെ മേഖലയെ വലിയ തോതിൽ ബാധിക്കുന്ന ഒരു കണക്കാണ് ഇപ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് കൂടി വെച്ചത്. ഏകദേശം 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് സ്ഥലം കമ്പനികൾ ഒഴിവാകുന്നു. ആദ്യം എന്തായാലും നമുക്ക് ഇൻഫോ പാർക്കിൽ നിന്ന് തുടങ്ങാം, കാരണം അവിടെയാണല്ലോ കൂടുതൽ സ്ഥലം ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നത്. സുധീർ മോഹൻ, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു നിങ്ങൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഘടകമാണോ, അതോ നിലവിലൊരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന് കരുതി നമുക്ക് ആശ്വസിക്കാൻ കഴിയുമോ? ഇത് ഈ സ്ഥലം ഉപയോഗിക്കുന്നതും ഐ ടി ബിസിനസ്സും തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നതിൽ ഇതില്ല. കാരണം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയല്ല ചെയ്തത്, തൊഴിലെടുക്കുന്നവർ വീട്ടിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. തൽക്കാലം സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. കാരണം ഈ കോവിഡ് വന്നപ്പോൾ ആളുകളുടെ മൊബിലിറ്റി നഷ്ടപ്പെട്ടു. ഇവിടെ മാത്രമല്ല, ലോകം മുഴുവൻ ആളുകൾ വീട്ടിൽ നിന്നാണ് ജോലിയെടുക്കുന്നത്. അപ്പോൾ അത് പുതിയ സാധ്യതകൾ ഉണ്ടാക്കി. ഇപ്പം നമ്മൾ തന്നെ ആലോചിച്ചാൽ ഈ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ പഠിച്ച ചില വാക്കുകളാണല്ലോ സൂമും OTTയും സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായതുപോലെയുള്ളൊരു മാറ്റമാണ് ഈ വർക്ക് ഫ്രം ഹോമും. ചോദ്യം ഇത് എക്കാലവും ഇതുപോലെ തുടരുമോ എന്നുള്ളതാണെങ്കിൽ അതിന് ഈ രീതിയിൽ അത് തുടരാൻ സാധ്യതയില്ല. നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ആളുകൾ തീർച്ചയായും ജോലി സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരും. പക്ഷെ അവർ മുമ്പുള്ളതുപോലെ ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലിക്ക് വരുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് നമ്മൾ കാണണം. അത് എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആളുകൾ 5 ദിവസവും, ഇപ്പോൾ ഞങ്ങൾ 5 ദിവസമാണ് വർക്ക് ചെയ്യുന്നത് ആഴ്ചയിൽ, അപ്പോൾ 5 ദിവസവും ആളുകൾ ജോലിക്ക് വരുമോ എന്നുള്ളത് നമ്മൾ തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ലോകം മുഴുവനുള്ള പല കമ്പനികളും ആളുകൾ എല്ലാ ദിവസവും ജോലിക്ക് വരേണ്ടതില്ല എന്നും വളരെ ചുരുക്കം എന്താ പറയുക, ആഴ്ചയിൽ 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ ഒക്കെ വന്നാൽ മതി എന്നും ഒരേ സമയത്ത് 30% വർക്ക് ഫോഴ്സേ ആവശ്യമുള്ളൂ എന്നും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പക്ഷേ ഒരു ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ ഈ സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ശരിയാണ്, നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, അല്ലേ? നമുക്ക് ശ്രീ ദീപു, താങ്കളൊരു സ്ഥാപനത്തിൻ്റെ മേധാവി കൂടിയാണ്. നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? സ്ഥലം കുറയ്ക്കാം, കാരണം ആളുകളൊക്കെ കൂടുതൽ വീട്ടിലിരുന്നാണ് ജോലി ചെയ്യുന്നത്, ഇത്ര ഒരു സ്പേസിൻ്റെ ആവശ്യമില്ല. ടെക്നോ പാർക്കിൻ്റെ ഒരു പൊതു സ്വഭാവം ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നിലവിൽ വരുന്ന ഈ സൂചനകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നമുക്കത് വെച്ചിട്ട് ഒരു ലോങ് ടേം സൂചനയായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. കാര്യം ഇപ്പം IT വ്യവസായമല്ല, ഏത് വ്യവസായം എടുത്താലും കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെ കോവിഡിനെ സംബന്ധിച്ച് വരുന്ന സൂചനകളാണെങ്കിലും അതൊരു ഷോർട്ട് ടേം സൂചന മാത്രമാണ്. 3 മാസം കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളിപ്പോൾ പുതിയതായിട്ട് കേട്ടു തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-10 വർഷമായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത് സർവ്വസാധാരണമാണ്. നമ്മുടെ ഇവിടുത്തെ കമ്പനികൾ പലപ്പോഴും അത് ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് മാത്രമായിരുന്നു അവിടുത്തെ പ്രശ്നം. അതായത് റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നതിനെ ഒരു ചലഞ്ചായിട്ട് കമ്പനീസ് കണ്ടിരുന്നൊരു കാലമായിരുന്നു ഇതിനു മുമ്പ്. കാര്യം അത് എത്രത്തോളം പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സംശയം ആൾക്കാർക്കുണ്ടായിരുന്നു. അതിനകത്തുള്ള റിസ്ക് ഫാക്ടർ കാരണം അവരെപ്പോഴും ഈ ഓഫീസിനകത്ത് അടച്ചിരുത്തി തന്നെ വർക്ക് ചെയ്യിക്കുക എന്നുള്ളൊരു ഇതിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ശരിക്കും ഒരു 4-5 വർഷം കൊണ്ട് ഉണ്ടാകേണ്ട ഒരു മാറ്റം കേരളത്തിൽ ഈ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എത്തിപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗിഗ് എക്കോണമി എന്ന് പറയുന്നതോ ഇതൊക്കെ നമ്മുടെ ഫ്യൂച്ചർ തന്നെയാണ്, നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ അതുകൊണ്ട് അടുത്ത 1-2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുന്ന സമയത്ത് IT കമ്പനികളെല്ലാവരും പൂർണ്ണമായിട്ട് വർക്ക് ഫ്രം ഹോമായിട്ട് മാറുമെന്നോ IT ബിൽഡിങ്സ് എല്ലാം ഒഴിഞ്ഞു കിടക്കാൻ പോകുകയാണെന്നോ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇത് ഘട്ടം ഘട്ടമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം തന്നെയായിരിക്കും. പക്ഷേ ഈ ബിൽഡിങ്സിനകത്ത് എന്താണ് പിന്നീട് വരിക എന്ന് പറയുന്നത് ആലോചിക്കാനായിട്ട് സർക്കാരിന് അതിന് ആവശ്യം പോലെ സമയം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അല്ലാണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ തന്നെ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ഈ മുഴുവൻ കമ്പനീസും IT പാർക്ക് വിട്ട് പോകാൻ പോകുന്നില്ല. പിന്നെ സർക്കാർ കെട്ടിടങ്ങൾ വാടകയ്ക്ക് കൊടുത്തിട്ട് സർക്കാരിനുണ്ടാകുന്ന വരുമാനമൊന്നുമല്ല നമുക്കൊരിക്കലും IT-യുടെ ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ചയുടെ നിരക്കിനെ കണക്കാക്കാനുള്ള അളവുകൾ. അതായത് നമുക്ക് ഇവിടെ എത്ര ബിസിനസ് IT കമ്പനികൾ മുഖാന്തരം കേരളത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും അതുവഴി എത്ര പേർക്ക് ഡയറക്റ്റായിട്ട് തൊഴിൽ കിട്ടുന്നുണ്ട്, ഇൻഡയറക്റ്റായിട്ട് തൊഴിൽ കിട്ടുന്നുണ്ട്,
അതുപോലെ അവർക്ക് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്, അത് നമ്മുടെ ലോക്കൽ എക്കോണമിയിൽ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുമൂലം ലോക്കൽ എക്കോണമിയിൽ എത്ര വളർച്ച ഉണ്ടാകുന്നത്, ഇതൊക്കെയാണ് അളവുകോലായിട്ട് എടുക്കുന്നതെങ്കിൽ IT ഇൻഡസ്ട്രിയെക്കുറിച്ച് ഒരിക്കലും ഇപ്പോൾ വറി ചെയ്യേണ്ട കാര്യമില്ല. അത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുക തന്നെയാണ്. പക്ഷേ ബുദ്ധിമുട്ടുന്ന കമ്പനികളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല കമ്പനികൾക്കും, അതായത് ചെറിയ ചെറിയ കമ്പനികളുടെ സമയം 1-2 കസ്റ്റമറുള്ള കമ്പനികളാണെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾക്ക് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഡിലേയ്സ് കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കമ്പനികളുണ്ട്. അത് പൂട്ടിപ്പോകുന്ന കമ്പനികളുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സർക്കാർ ഇപ്പോൾ ആദ്യത്തെ ഒരു 3 മാസത്തെ റെൻറ്റ് വേവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ IT ഒരു 10,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള കമ്പനീസിനാണ് ആദ്യം കിട്ടിയത്. പിന്നെ 25,000 വരെ എക്സ്പാൻഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊരു 3 മാസത്തേക്കാണ് കിട്ടിയത്. അപ്പോൾ ബുദ്ധിമുട്ടുന്ന ചെറിയ കമ്പനികളുണ്ട് എങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഗവൺമെൻറ് നോക്കാവുന്ന കാര്യമാണ്. തൊഴിലുകൾ നഷ്ടപ്പെടാണ്ടിരിക്കുകയും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് നിലവിലൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നില്ല, സ്പേസ് കുറയുന്നു എന്നത് മാത്രമാണ്. അത് താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. വരുന്ന ആളുകൾ അങ്ങനെ ആകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്ന്. ശ്രീ ബിനോദ് ടി, കോഴിക്കോട് സൈബർ പാർക്ക് ഈ 2 ഭീമന്മാരെ വെച്ച് നോക്കുമ്പോൾ ഈ രംഗത്ത് പുതിയതാണ്, കൂടുതൽ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടമാണ്. അവിടെയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച കണക്ക് പ്രകാരം അവിടെ സ്ഥലം കുറയുമ്പോൾ ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് എടുക്കാം. എങ്ങനെയാണ് നിങ്ങൾ ഇപ്പോൾ നിലവിലൊരു വിലയിരുത്തൽ? ഇതൊരു ആശങ്കയുടെ കാലമാണോ, അതോ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ IT മേഖല പൂർണ്ണമായും ഒരു സേഫ് സോണിൽ തന്നെയാണെന്നാണോ അവിടുത്തെ ഒരു വിലയിരുത്തൽ? ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ, അതായത് AI, IoT, റോബോട്ടിക്സ് എന്നീ ആധുനിക സാങ്കേതിക വിദ്യകൾ നമ്മുടെ തൊഴിൽ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ ബാച്ച് പ്രോസസ്സുകളായിട്ടാണ് നമ്മുടെ ജോലികളെല്ലാം ചെയ്തിരുന്നത്. അവിടുന്ന് ബാച്ച് പ്രോസസ്സിൽ നിന്ന് മാറി അത് കുറേ കൂടി നോളേജ് പ്രോസസ്സിലേക്ക് എത്തിയിരിക്കുന്നു. ഈ നോളേജ് പ്രോസസ്സിൽ എത്താൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ IT എമേർജിങ് ടെക്നോളജീസ് അങ്ങനത്തെ ഇതുള്ളതുകൊണ്ട് നമ്മൾ പണ്ട് വിചാരിച്ച പല ജോലികളും നമ്മൾ ഒരുപക്ഷെ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ കോവിഡ് വരുന്നതിന് മുമ്പേ പല തൊഴിൽ മേഖലകളും ഓൺലൈനായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തെറ്റാണ്. അതും ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. വർക്ക് ഫ്രം ഹോം ഒരു പുതിയ നോർമലും. പിന്നെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ വർക്ക് ഫ്രം ഹോം ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. വർക്ക് ഫ്രം എനിവെയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് വരാൻ പോകുന്നത്. അതുകൂടാണ്ട് ഒരു ഹൈബ്രിഡ് മോഡൽ, അതായത് ഓഫീസ് സ്പേസ് ഉണ്ടാവുക, ഓഫീസിൽ 100% സ്റ്റാഫ് വരില്ല. ഒരു ആവശ്യം ഉള്ളൊരു ടീം വരുന്നു, അവരൊരു 1 വീക്ക് to 15 days സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, വേറെ ടീം വരുന്നു. അങ്ങനെ ഒരു ഹൈബ്രിഡ് മോഡലിൽ വർക്ക് ചെയ്യാൻ ഒരു റിമോട്ടും ഓഫീസും കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്പേസായിട്ട് ഓഫീസുകൾ മാറാൻ പോവുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഇന്ത്യയിലെ 8 പട്ടണങ്ങളിലായിട്ട്, മേജർ സിറ്റീസിലായിട്ട് ഏതാണ്ട് 17 ലക്ഷം സ്ക്വയർ ഫീറ്റ് ഓഫീസ് സ്പേസ് സറണ്ടർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ഈസ് കോൺട്രിബ്യൂട്ടിങ് ടു 46% ഓഫ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ഒരു നേജർ റിയാക്ഷനെ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഈ ചെറിയ ടൗണുകളിൽ ആ ഒരു ഇമ്പാക്റ്റ് വന്നിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സൈബർ പാർക്ക്, ഗവൺമെൻറ് സൈബർ പാർക്ക് ആയിക്കോട്ടെ, UL സൈബർ പാർക്ക് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ആക്ച്വലി സ്ക്വയർ ഫീറ്റ് സറണ്ടറിങ് വളരെ കുറവാണ്. 80% യൂട്ടിലൈസേഷൻ ഉള്ളിടത്ത് അത് 85% നിങ്ങൾ സേഫ് സോണിൽ തന്നെയാണ്.